ഹലോ, നമ്മളെല്ലാവരും ഫുഡ് ഇഷ്ടമുള്ളവരാണ്. ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് കഴിക്കാനും. ഈ ചില കുക്കറി ചാനലിലൊക്കെ ഓരോ ഫുഡ് ഇടുമ്പോഴോ അല്ലെങ്കിൽ തിളച്ച് വരുമ്പോഴോ നമുക്ക് ഭയങ്കര വായിലൊക്കെ വെള്ളവും. എന്നാൽ ഈ ഇടുന്ന സാധനങ്ങൾ ഒരു ഡഞ്ചനിലുള്ളിലുള്ള മോൺസ്റ്റേഴ്സോ ജീവികളോ എങ്ങനെ ഉണ്ടാവും? ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്നാൽ ഇങ്ങനത്തെ ഒരു ആനിമയാണ് ഡിലിഷ്യസ് ഇൻ ഡഞ്ചൻ. ഇതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ഫാൻറ്റസി ലോകത്തെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു ഡഞ്ചൻ റൈഡിന് പോകുന്നു. അപ്പോൾ ഇവർ കുറേ പൈസ ആവശ്യം വരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനാ ഇവർക്ക് പൈസ എന്ന്. പൈസ എന്തിനാന്ന് വെച്ചാൽ, ഇവരൊരു സാധാരണ ഒരു ഡഞ്ചൻ റൈഡിന് പോകുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ പിടിക്കും പോയി വരാൻ. അപ്പോൾ തന്നെ ഈ ഫുഡിൻ്റെ എമൗണ്ട് തന്നെയാവും ഒരു നല്ല എമൗണ്ട്. ഈ എമൗണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യും, ഒരു ഐഡിയ ആലോചിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഡഞ്ചനിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആനിമൽസിനോ അല്ലെങ്കിൽ അവിടുത്തെ ഡീമൻസിനോ ഒക്കെ അല്ലെങ്കിൽ ഹണ്ട് ചെയ്ത് അവരെ ഭക്ഷിക്കാമെന്ന്. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നിക്കെങ്കിലും പോകെ പോകെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കഥ വരുന്നത്. ഒരു സെയിനിൻ ആനിമി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കാം കഥ എത്രത്തോളം ഉണ്ടെന്ന്. എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം 2 കാരണങ്ങളാണ്. ഒന്ന് പറയുന്നത്, ഈ കഥ ഒരു പ്രത്യേക മുകളിലാണ് പോണേ. കാരണം എന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഒരു മൃഗത്തിനെ കൊല്ലും, അത് തന്നെ ഭക്ഷിക്കും. അങ്ങനെ പോകെ 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 ഈ കഥ വളരെ വേറൊരു മുകളിലേക്കാണ് പോകുന്നത്. ഭയങ്കര സീരിയസ് കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു കഥയായിട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലുള്ളൊരു എക്കോസിസ്റ്റം. ഒരു മൃഗത്തിനെ മറ്റൊരു മൃഗം കൊല്ലുകയും അവർ അതിൻ്റെ ഒരു ഭക്ഷണമായി തീരുകയും ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അവരിലുള്ള മൈഗ്രേഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് ഇതുപോലത്തെ ഫുഡ് റിലേറ്റഡ് ഫാൻറ്റസി ഡ്രാമ സീരിയൽ ആനിമേഷൻ ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ.